ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ അത് ഒന്ന് വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ്. ആദ്യം തന്നെ നമുക്ക് ദോശ ചൂടാൻ വിചാരിച്ചിട്ടാണ്. ദോശക്ക് മാവ് കലക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടാക്കാൻ വിചാരിച്ച് അപ്പോൾ അങ്ങനത്തെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളൊക്കെ ദിവസമല്ല, പിന്നെ എളുപ്പം പെട്ടെന്ന് പണിയെ കഴിക്കാൻ വിചാരിച്ച്. പിന്നെ കറി ഉണ്ടാക്കാനൊന്നും ഒഴിവിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള കറിയും ചൂടാക്കാൻ വിചാരിച്ചിട്ട് ചിക്കൻ കറി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ഇന്നലത്തെ ചിക്കൻ കറി ഇരുന്ന് അത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ചൂടാക്കി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഷിബിക്കുള്ള ചോറുള്ള തിളക്കുന്നുണ്ട്. അതും തലേന്നുള്ള ചോറ് ഞാൻ ഊറ്റി വെച്ചതാണ്. ഉച്ചക്ക് ചോറ് വെക്കുമ്പോൾ അതിന് കുറച്ച് മാറ്റി വെക്കണമായിരുന്നു. അതങ്ങനെ ചിലപ്പോൾ ചോറില്ലെങ്കിൽ ഞാൻ വെക്കലാണ് കേട്ടോ. അന്നിപ്പോൾ ചോറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അത് തിളപ്പിക്കാൻ വിചാരിച്ച് തിളപ്പിച്ച് ഊറ്റി അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്കുള്ള ചിക്കനും പൊരിച്ചാണ്ട് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് വലിയ പീസാക്കി പിന്നെ ചോറ്റുപാത്രം കൊള്ളൂലല്ലോ. അപ്പം നെല്ലിയാത്ത കഷ്ണം നോക്കി ചെറുതാക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് പിന്നെ ഞങ്ങൾക്ക് ബിരിയാണി വെക്കാൻ വിചാരിച്ചു. വെള്ളിയാഴ്ച ആകുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കലുണ്ടല്ലോ. അപ്പോൾ ഒന്ന് പൊരിച്ച ചിക്കൻ ബിരിയാണി വെക്കാൻ വിചാരിച്ച്. പിന്നെ അവൾക്കുള്ള ചോറ് തലേന്ന് വെച്ചതുണ്ടായിരുന്നു. കുറച്ച് അവൾക്ക് അതിനെടുത്ത് പൊരിച്ച് കൊടുത്തേക്കാണ്ട്. അതായത് അവൾ ഉച്ചക്ക് ഉണ്ടാവില്ലല്ലോ. പിന്നെ അവൾക്കൊന്ന് ഉച്ചക്ക് എന്നാൽ ചിക്കൻ പൊരിച്ച് കാണുന്ന കൊടുത്തേക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ അവൾക്ക് കുറച്ച് ചിക്കൻ പൊരിച്ച് കാണുന്ന എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ ചായ എടുക്കണ്ട. അവളിതാ നീറ്റ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഈ മാറ്റിലൊക്കെ പിന്നെ ചാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഏർക്ക് എണീക്കുക, പിന്നെ ഒക്കെ ഇസ്തിരിട്ട് ഇസ്തിരിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ച് പിന്നെ ചായ അടിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ അവൾ മാറ്റിലിട്ട. പിന്നെ ദോശ കഴിക്കുകയാണ്. ദോശയും ചിക്കൻ കറിയും കൂടി കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വോയിസ് ഓവർ കൊടുക്കാൻ കാണിച്ചാൽ ഭയങ്കര മഴയുണ്ടാ. മഴ കൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഭയങ്കര സൗണ്ട് ആയിരുന്നു കേട്ടോ മഴ കൊണ്ട്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ച് ഒക്കെ ഡിലീറ്റ് ചെയ്താണ് വോയിസ് ആളും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ സൗണ്ട് കൊണ്ടൊക്കെ ഡിലീറ്റ് ആയി കിടന്ന് വോയിസ് ഓവർ കൊടുക്കുകയാണ് ഞാൻ. പിന്നെ അതാ സോയാബീൻ ഉണ്ടായിരുന്നു. സോയാബീനിന് ചിക്കൻ പൊരിക്കണ പോലെ തന്നെ പൊരിച്ച മസാല ഒക്കെ ഇട്ടിട്ട് ചിക്കൻ മസാലയും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുത്ത് ഉള്ളി തക്കാളി വാട്ടും. പിന്നെ അങ്ങനെ ഇങ്ങനെ രസം നനങ്ങണ്ട് അങ്ങനെ അവൾ ചിക്കൻ പൊരിച്ച പോലെ തന്നെ അതും പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ റെഡിയായി. വെള്ളം ചോറൊക്കെ അങ്ങനെ റെഡിയായി. പിന്നെ അതാ ആദ്യം ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ടാണ് അങ്ങനെ അടുപ്പത്ത് തന്നെ ഫുള്ള് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതാ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ വലിയ പീസ് മസാലയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും പിന്നെ ചിക്കൻ മസാലയും ഉപ്പും ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ മസാല വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചിക്കൻ അങ്ങനെ പൊരിക്കുന്നുണ്ട്. പിന്നെ ഈ അടുപ്പത്ത് പിന്നെ അതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഉപ്പ്, ചപ്പ്, ഗ്രാമ്പു, കുരുമുളക്, പട്ട അങ്ങനത്തെ സാധാരണ എല്ലാവരുടെ പോലെ തന്നെ അങ്ങോട്ട് വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടിയിൽ വെക്കാം. ചട്ടി ബിരിയാണി ആകുമ്പോൾ ചട്ടി ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ പൊരിച്ച് കാണ്ടുള്ള ചട്ടി ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ആ ചട്ടി ബിരിയാണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നെരിഞ്ഞ് കിട്ടും. ദമ്മിട്ടാലൊക്കെ നല്ല സോഫ്റ്റായി കൊടുക്കും കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പീസാക്കിയിട്ട് തന്നെ പൊരിച്ച് കാണ്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഷിബി അങ്ങനെ സ്കൂൾക്ക് പോകാൻ നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ചാടി കഴിഞ്ഞാണ്ട് അങ്ങനെ ഞാനും ടീമെ കണ്ട് ഒരുങ്ങി. വെള്ളിയാഴ്ച ആകുമ്പോൾ നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ പണി കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ ചോറ് വന്നിട്ടുണ്ടായിരുന്നു. 11 മണിയാകുമ്പോൾ എല്ലാ പണിയും തീർക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. പിന്നെ നിസ്കാരം ഓത്ത് അങ്ങനെ കുളി കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ആക്കത്തിൽ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങലുള്ളൂ. പിന്നെ അതാ ചോറ് വന്നിട്ടുണ്ടായിരുന്നു. കുരുമുളകും ചപ്പും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റൈസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ അത് ഫുള്ള് പൊരിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ അടുപ്പ് കത്തിക്കൂട്ടാ. തീരെ കത്തിക്കാതിരിക്കലില്ല. ഇടയ്ക്കൊക്കെ കത്തിക്കും. മടിയുള്ള ദിവസങ്ങളൊക്കെ ഗ്യാസുമൊക്കെ പോവും. കുഴപ്പമൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ അടുപ്പത്തേക്കും പോവും. അങ്ങനെ കേട്ടോ. എന്നും ഗ്യാസായി പറ്റൂലല്ലോ. പിന്നെ ഈ പൊരിച്ച വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ആ നെയ്യ് ഒഴിച്ച് ചൂടായതിൻ്റെ ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഞാൻ 4 പച്ചമുളക് ഞാൻ സാധാരണ എന്നും ബിരിയാണിക്ക് 2 കിലോ ഒരു 2-3-4 അരിക്കൊക്കെ 1 കിലോ അരി വെക്കണമെങ്കിൽ 4 മുളക് അരക്കലാണ് കേട്ടോ. ഞാൻ വെട്ടിടലില്ല. മുളക് അരക്കലാണ്.
ഞങ്ങൾ എന്ന് 1 കിലോ അരി കൊണ്ടാണ് വെക്കൽ. ഇവിടെ പിന്നെ ആളില്ല, ആകെ 2-3 ആളല്ലേ ഉള്ളൂ. 1 കിലോ അരി കൊടുന്നാലും 2 ഗ്ലാസ് അരി 3 ഗ്ലാസ് അരി അത്ര എടുക്കുള്ളൂ, ബാക്കി മാറ്റി വെക്കലാണ് കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ 4 മുളക് അരച്ച് വെളുത്തുള്ളി ഇഞ്ചി അരച്ചിട്ട് അങ്ങനെ മിക്സിയിൽ അരച്ചെടുത്ത് അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഒക്കെ വാടിന് ശേഷം കുരുമുളക്, ഗരം മസാല, ചിക്കൻ മസാല, അങ്ങനത്തെ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടാകും. ബിരിയാണി മസാല അങ്ങനത്തെ കുരുമുളക് ഇടുന്നുണ്ട്. അങ്ങനെ നല്ലീരും പെരുജീരൊക്കെ അങ്ങനെ ആദ്യം അത് ഇട്ടിന്. പിന്നെ തക്കാളി സോസ് ഇവിടെ ഉണ്ടായി, അതുകൊണ്ട് ഇട്ടതല്ല, ഞാൻ ഇടലൊന്നുമില്ല കേട്ടോ. പുറത്തുനിന്ന് ആരും വരാൻ ഞമ്മക്കാനെ കഴിക്കാനല്ലേ. അത് പിന്നെ അങ്ങനെ കുറച്ച് തൈരും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മിക്സാക്കി ഉപ്പൊക്കെ പാകമാക്കി പിന്നെ അതെല്ലാം തിളച്ച് വന്ന് സെറ്റായി വന്നതിന് ശേഷം പിന്നെ പൊരിച്ച ചിക്കൻ ആയിക്കാണ് മാറ്റി വെച്ചെടുക്കലാണ് കേട്ടോ. പിന്നെ ഒടിനെ പേടിയില്ല, നമുക്ക് ചിക്കൻ വേറെ പൊരിക്കും വേണ്ട. അപ്പോൾ പൊരിച്ച ചിക്കൻ ബിരിയാണി കാരണം പിന്നെ അതുണ്ടാക്കുക കാരണം അങ്ങനെ ഓരോരോ പൂതി പറയുമ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ അപ്പം എൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനെ അതാ റൈസ് അതാ ചോറ് വെന്ത് ഊറ്റിയിട്ടുണ്ടായിരുന്നു, അതങ്ങ് ദമ്മിടുകയാണ് കേട്ടോ. പിന്നെ അധികമൊന്നും വീട് ഞാൻ എടുത്തിട്ടില്ല. എന്നിപ്പോൾ ഇങ്ങനെ ഈ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുന്ന വീഡിയോസ് തന്നെ എല്ലാം അറിയാത്തവരും ഇപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ. പിന്നെ വെറുതെ വീഡിയോ എടുക്കല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ അതാ ചട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു, ദമ്മിടണമെങ്കിൽ വലിയ ചട്ടി തന്നെ വേണ്ടേ. ഇത് ഞാൻ സാധാരണ കുറേ മുമ്പ് വാങ്ങിയ ചട്ടിയായിരുന്നു. എനിക്ക് ചട്ടിയിൽ ഭയങ്കര ഇഷ്ടം ചോറൊക്കെ വെക്കാൻ. ചോറൊന്നും വേണ്ടല്ലോ, കരിയൊന്നും വല്ല പിടിക്കില്ല. അപ്പോൾ അങ്ങനെ ഇതാ ചട്ടിയിൽ തന്നെ ദമ്മിട്ട് ചോറൊക്കെ അതാ റെഡി വന്നിട്ടുണ്ട്. പിന്നെ നെയ്യ് നെയ്യ് ഡാൽഡ അങ്ങനെ ഒന്നും കൊണ്ടുവരലില്ല കേട്ടോ. നെയ്യൊന്നും ഞങ്ങൾ അതിന് പുറത്തുനിന്ന് നെയ്യ് വാങ്ങലില്ല, കുറച്ച് നെയ്യ് തന്നെയാണ് കൊണ്ടുവരലാണ്. അങ്ങനെ ഇതാ പിന്നെ വൈകുന്നേരത്തിന് ഞങ്ങൾ ചിക്കൻ ഉണ്ടതല്ല വെച്ചിട്ട് ചിക്കൻ്റെ മുട്ടക്കേക്ക് ഇറച്ചി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 6 കോഴിമുട്ട ബീറ്റാക്കിയിട്ട് അതിക്ക് ചിക്കൻക്ക് മസാലകളൊക്കെ ചേർത്ത് കാണ്ട് അങ്ങനെ വേവിച്ച് കാണ്ട് ഉള്ളി വാട്ടിക്കാണ്ട് ചിക്കൻ വേവിച്ച ചിക്കൻ കുരുമുളകൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് കാണ്ട് വേവിപ്പിച്ചുകാണ്ട് അങ്ങനെ ഉണ്ടാക്കുമല്ലോ നമ്മൾ കട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ. അങ്ങനെ മുട്ട കേക്ക് ഇറച്ചി കേക്ക് അറിയും, ഇറച്ചി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് എളുപ്പമാണ്, ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ അതവിടെ വേട്. പിന്നെ ഈത്തപ്പായ ഞാൻ കൊടുന്ന് വെച്ചിട്ട് കുറേ ദിവസമായി. ഈത്തപ്പായ ഇവിടെ ഉണ്ടായിരുന്നു, അത് കഴിയണില്ല, ആർക്കും ഈത്തപ്പായം പറ്റില്ല. അപ്പോൾ ഞാൻ പൊരിച്ചാലെങ്കിൽ തിന്നോട്ടെ വിചാരിച്ചിക്കാണ്ട് പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ അതേപോലെ മാവ് കുറച്ചും കൂടി കട്ടിയിലാക്കിയിട്ട് ഉണ്ടായിക്കാണ്ട് അങ്ങനെ ഈത്തപ്പായം കുരു കളഞ്ഞുകാണ്ട് അങ്ങനെ അയക്കിട്ടുകാണ്ട് അങ്ങനെ അത് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് പൊരിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കൂളി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറെന്നാ വിചാരിച്ചത്. ഇത് ഇറച്ചി കേക്കും ഈത്തപ്പായം പൊരിച്ചത് കൊണ്ടത്. അങ്ങനെ അതൊക്കെ പൊരിച്ചതിന് ശേഷം പിന്നെ അതാ കൂളി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 2 മണിയൊക്കെ ആയിട്ട് 1:30 ഉണ്ടാവും വന്നിട്ട് പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്നാണ് കേട്ടോ. ഷിബി സ്കൂൾ കേൾക്കണേ, ഞാനും ഷിഫുമാണ് ഉള്ളത്. അങ്ങനെ വൈകുന്നേരം അവർ ക്രിക്കറ്റ് കളിയൊക്കെ കളിച്ചുകാണ്ട് പിന്നെ അതാ കുഴങ്ങി വന്ന് കാണാതെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കുക കേട്ടോ. വൈകുന്നേരം 5 മണി 5:30 ആയിട്ടുണ്ടാവും. അങ്ങനെ അവൾ സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷം ഇട്ടത്. അങ്ങനെ അതൊക്കെ ചായ കുടിച്ച് പിന്നെ രാത്രി കെടുക്കാൻ നേരത്ത് പിന്നെ ഇതുണ്ടായിരുന്നു, പിന്നെ മറ്റേ ഹണി കേക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. ഇന്നത്തെ ഇവിടെ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.